വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം. അങ്ങനെ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം പാടി നമുക്കൊപ്പമുള്ള വേടനാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ഹലോ മലയാളത്തിൽ എത്തിയിരിക്കുന്നത്. വേടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഹലോ. ഹായ് ചേച്ചി, നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ദുബായിലെ ഷോയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഷോ കഴിഞ്ഞിട്ടില്ല. ഷോ വരുന്ന 23rd ആണ്. പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അപ്പോൾ നന്നായിരുന്നു. ഇനിയിപ്പോൾ 20-ാം തീയതി പോകണം. 23-ാം തീയതി ദുബായിലും ഖത്തറിൽ 28-ാം തീയതി ആയിട്ടാണ് ഷോ. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദുബായിലെ ഷോയിന്റെ സമയത്താണ് ഈ അവാർഡ് വരുന്ന, സ്റ്റേറ്റ് അവാർഡ് വരുന്ന കാര്യമൊക്കെ അറിയുന്നതെന്ന് തോന്നുന്നു അല്ലേ? ലൈക്ക് ആ പ്രൊമോഷന് പോണേറ്റും തൊട്ട് മുന്നാണ് അറിയണത്. അപ്പൊ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു റാപ്പറിനൊക്കെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് അവാർഡ് ആണത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെന്ന് തോന്നുന്നത്. എങ്ങനെയാണ് ആദ്യം നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം. എങ്ങനെയാ റാപ്പിലേക്ക് വരുന്നത്? എങ്ങനെയാ? ഇപ്പൊ ചെറുതായിട്ട് പാടുകയൊക്കെ ചെയ്യും. പിന്നെ അത് ലൈക്ക് ഇറ്റ്സ് ഹാപ്പൻഡ്. അതങ്ങനെ നടന്നതാ. അത് പ്രത്യേകിച്ച് ഒരു കാരണം കൊണ്ട്. ഈ വായന നല്ല വായനയല്ല, മോശമില്ലാത്ത ഒരു വായന. അപ്പൊ അത് എഴുതാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഷോയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു, ഉഷാറായിട്ട് പോകുന്നു. ഇന്നലെ നമ്മുടെ സൈഫറൊക്കെ ഉണ്ടായിരുന്നു, കറുപ്പ് റെക്കോർഡ്സിന്റെ. ഉഷാറായിട്ട് പോകുന്നു കാര്യങ്ങൾ. ഈ നമ്മളെപ്പോഴും പറയൂല്ലോ, നമ്മൾ മനസ്സിലാക്കുന്നത് വരെ മറ്റുള്ളവരുടെ ജീവിതമൊക്കെ നമുക്ക് കെട്ടുകഥകളാണെന്ന്. അപ്പോൾ അങ്ങനെ മലയാളി സൗകര്യപൂർവ്വം മറന്ന പലതും വേടന്റെ വരികളിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്രതിഷേധമാണോ ഉടനീളം, അതോ മലയാളികളെ ഒരു ഓർമ്മപ്പെടുത്തലാണോ? അത് നാച്ചുറലി എനിക്ക് അതാണ് എഴുതാൻ വരുന്നത്. അപ്പം അത് പിന്നെ അതൊരു കേരളത്തിലെ ജാതി പൂച്ചയ്ക്ക് മണി കെട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഇങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ വരുന്നവർക്കാണ് ഇത്രയും കാമ്പുള്ള വരികൾ എഴുതാൻ പറ്റുക. അപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ തന്നെയാണോ ഈ എഴുതുന്നതൊക്കെ? ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് വായനകളുമാണ് എഴുത്തിനെ സഹായിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടോ ഇതിന് പുറകിൽ? നമുക്ക് ഒരു റെക്കോർഡ് ലേബൽ ഉണ്ട് എനിക്ക്, കറുപ്പ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ലൈക്ക് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള നല്ല ആർട്ടിസ്റ്റുകളെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ആൾട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ടീമുണ്ട്. അപ്പം നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. അത് നല്ല രസമുള്ള കാര്യമാണ്. ഈ ഹിരൺദാസ് മുരളി എങ്ങനെയാണ് വേടനിലേക്ക് എത്തുന്നത്? അയ്യോ, അത് കുറെ സ്ഥലത്ത് പറയണ്ട. അത് കുഞ്ഞിലേ വീണ ഒരു പേരാണ്. ഇത്തിരി കുറുമ്പനായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയേക്കണ ഒരു പേരാ. പിന്നെ അത് അവിടുത്തെ സ്കൂളിൽ, ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെ പഠിച്ചത്. അപ്പൊ അവിടെയുള്ള പിള്ളേർ തന്നെയാണ് സ്കൂളിലുള്ളത്. അപ്പൊ ആ പേര് അങ്ങനെ എന്റെ പേര് മറന്നുപോയി ഞാൻ ചില സമയത്തൊക്കെ. വേടൻ എന്നുള്ളതാണ് പേര്. പിന്നെ ആർട്ടിസ്റ്റ് ആയപ്പോ അതേ പേര് സ്വീകരിക്കണം. ഇപ്പം വേടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയം ഇരയെന്നും വേട്ടക്കാരനെന്നും പറയാം അല്ലേ? രണ്ട് മീനിങ് കൊണ്ട് വേടന് എപ്പോഴെങ്കിലും ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഞാനൊരു ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങളെല്ലാം വരിക നമുക്ക്. അതെ, വലിയ ആളാ. നമുക്ക് ഒരു 2 വരിയിൽ തുടങ്ങിയാലോ? ഏത് പാടുക? കടലമ്മ പാടിയാലോ? കാലത്ത് തൊണ്ടെന്നു. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. അടിപൊളി. ഈ പാട്ടുകളൊക്കെ പലപ്പോഴും ആരെങ്കിലും ഒക്കെ അസ്വസ്ഥരാക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇത്രയും ഈ വലിയ ആഴത്തിലുള്ള വരികളൊക്കെ എഴുതുന്നത്? അത് ഇന്റൻഷനലി ചെയ്യുന്നതല്ല. അത് ഞാൻ എൻ്റെ വായിച്ചറിവിൽ നിന്നും, ഞാൻ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ കാണുന്നതും ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എഴുതുക എന്നുള്ളത് നാച്ചുറലി ചെയ്യണതാണ്. അത് ഇന്റൻഷനലി വരുന്ന കാര്യങ്ങളല്ല. ഇപ്പം വേടൻ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ജെൻസി കിഡ്സ്, അതായത് ഇപ്പോഴത്തെ ജെൻസി ആൽഫ, ആ തലമുറയെ പൊതുവേ പറയപ്പെടുന്നത് ഇവരിപ്പം മറ്റു കാര്യങ്ങളൊന്നും, അവരൊരു പ്രത്യേക ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ്. അവർക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അവർക്ക് രാഷ്ട്രീയം അറിയില്ല, അവർ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നത്, അവർക്ക് ബന്ധങ്ങളുടെ മൂല്യം അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു തലമുറ നമുക്കൊപ്പം ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്ന് തെളിയിക്കുകയാണ് പല വേദികളിലും ഹിരൺദാസ് മുരളിയെ പോലുള്ള പല ആളുകളും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ഇത് സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ബോധപൂർവം എടുത്തൊരു തീരുമാനമാണോ അതൊക്കെ? അല്ല, അത് പിന്നെ ഈ പറയുന്നത് പോലെ ജെൻസി കുട്ടികൾക്ക് ആർക്കും അവരെല്ലാവരും അരാഷ്ട്രീയവാദികളാണെന്നൊക്കെ പറയുന്നത് അതൊരു മോശം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ അവൈലബിലിറ്റിയും ഉള്ളൊരു സമയത്താണ്, ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് വായിക്കാനും പഠിക്കാനൊക്കെ പറ്റുന്നൊരു സമയത്തും കൂടിയാണ് ജീവിക്കുന്നത്.
ആ ടെക്നോളജിയുടേതായിട്ടുള്ള എല്ലാ ഭവിഷ്യത്തുകളും ഉണ്ടെങ്കിൽ കൂടി പിള്ളേരൊക്കെ നല്ല അവയർഡാണ്, എല്ലാ കാര്യത്തെയും കുറിച്ച് പിള്ളേർക്ക് അറിയാം. അപ്പം അങ്ങനെ ജെൻസി പിള്ളേർ അത്ര മോശം പിള്ളേരൊന്നുമല്ല. അപ്പം ഈ ഷോ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഓരോ എന്തെങ്കിലും ഒരു മാനദണ്ഡമൊക്കെ ഉണ്ടോ, അതോ ഷോ അതൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മളെ പിള്ളേരാണ്? പിന്നെ ഷോ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ഈ കറുപ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും ഒരു പ്രതിഷേധത്തിന്റെ സൂചകമാണോ? അതൊരു സമയത്ത് ഇതേമാതിരി ഞാനും ഒരു ജെൻസി ആയിരുന്ന സമയത്ത്, യങ് ആയിരുന്ന സമയത്ത് ഒരു ഇപ്പോഴും എങ്ങാണ്? എനിക്ക് 31 വയസ്സായി. അതൊരു പ്രായമാണോ വേടൻ? ഞാൻ വിചാരിക്കുന്നത് ഞാൻ അമ്മാവനായെന്നാണ്. അയ്യോ, എനിക്കൊരു 23-24 വയസ്സൊക്കെയുള്ള ആ സമയത്ത് ലൈക്ക് നമ്മൾ ഭയങ്കര റെബലിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കും ആ സമയത്ത്, കൊച്ചല്ലേ. അപ്പോൾ ആ സമയത്ത് ചൂസ് ചെയ്തതാണ് ബ്ലാക്ക് ആക്ച്വലി. പിന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല അവൻ. അപ്പൊ പിന്നെ ഇത് ഇപ്പൊ ഒരു 6 കൊല്ലത്തോളായിട്ട് ബ്ലാക്ക് ആണ് ഇടുന്നത്. കംഫർട്ടബിൾ ആണ് അതില്. വലിയ തിക്കും തിരക്കില്ല, എവിടെയെങ്കിലും പോവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാൽ മതി. കഴിഞ്ഞു പണി. ഈ ജാതി പരിസരമാണോ ബാല്യമാണോ എന്താണ് വേടനെ ഇങ്ങനെ വരികൾ എഴുതാനൊക്കെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ചിന്തകൾ വരാനുള്ള? ഞാൻ ബാബാ സാഹേബിനെ വായിക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യ ഒരു സെക്കുലർ കൺട്രി ആയിട്ട് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും രൂഢമൂലമായി നിൽക്കുന്ന ജാതിയെ ഇല്ലാതാക്കണം എന്നുള്ള അറിവാണ്. അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പണിയെടുത്ത് എന്താ പറയുക, പെട്ടെന്നൊരു ദിവസം മാറ്റിക്കളയാം എന്നുള്ളൊരു ഇതല്ല, അതിനൊരു കരിവായി മാറുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പണി. അതൊരു ആർട്ടിസ്റ്റിൻ്റെ കടമയായിട്ടും കൂടിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ. വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഞാനൊരു സമത്വവാദിയാണ്. ഞാൻ എല്ലാവരും ഒന്നാണെന്ന് വിചാരിക്കുന്ന ആളാണ്. ഓക്കെ. ഈ ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറമായി ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഈ റാപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് ആദ്യം എഴുതി തുടങ്ങുന്നത് ഈ വോയിസ്ലെസ് ആണ്. അപ്പം അത് തന്നെയാണോ ആദ്യം? അല്ല, ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് ഞാൻ കവിതകൾ എഴുതിയിരുന്നു. ഓക്കെ. കലോത്സവത്തിനൊക്കെ പോയിട്ട്. അപ്പോൾ കവിതകൾ എഴുതാനുള്ള കവിതകളൊക്കെ എഴുതിയിട്ട് റാപ്പ് പോലെ പാടുമായിരുന്നോ? അതങ്ങനെയാണല്ലോ എളുപ്പം ഇച്ചിരി കൂടി. അപ്പോൾ അങ്ങനെ ചെറിയ എഴുത്ത് ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു 10ാം ക്ലാസ് തൊട്ട്. അത് പിന്നെ അപ്പം ഈ ഗോഡ് ഓഫ് റാപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ യമുനത്തിനെയാണ്. അപ്പം യമുനമൊക്കെ തന്നെ ആയിരുന്നോ വേടനും? എനിക്ക് ഇച്ചിരി കൂടി നമ്മുടെ കൺട്രി സൈഡുള്ള ആർട്ടിസ്റ്റുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്നത്. യോഗി ബി. പിന്നെ ഞാൻ എഴുതി തുടങ്ങി ആ സമയത്തൊക്കെയാണ് അറിവ്, കാസ്റ്റ്ലെസ് കളക്റ്റീവ്, പാരഞ്ജിത്ത് അണ്ണന്റെ. അപ്പൊ അവരൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ബൈസണിലെ അറിവുമായിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ. ഇത് തമിഴിലേക്ക് പോയപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? മലയാളത്തിൽ നിന്ന് തമിഴിലോട്ട് പോയപ്പോ? ലൈക്ക് ജനിച്ചപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്നത് മലയാളമാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫ്ലുവൻസി പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു വളരെ കുഞ്ഞെന്തോ വാക്കൊക്കെ എന്നെ കൊണ്ടൊരു 30 പ്രാവശ്യമൊക്കെ പാടിപ്പിച്ചിട്ടുണ്ടാവും മാരിയണ്ണൻ. പിന്നെ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡിങ് സെഷൻ ആയിരുന്നു അത്. ആദ്യമായിട്ടാണ് ആ പിച്ചിൽ ഞാൻ പാടുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു പാട്ടുകാരൻ്റെ റാപ്പർ, ഒരു എഴുത്തുകാരൻ എന്നുള്ളതിനുപരി എൻ്റെ ഒരു പാട്ടുകാരൻ്റെ കാലിബർ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് അത്. അതത്ര ലൈക്ക് അങ്ങനത്തെ ഒരു പാട്ടാന്നല്ല. அத்துவான காட்டுக்குள்ள ஒத்தையில போறவனே அச்சம் ஏதும் தேவையில்லை, ஓடுடா. கனவ மறைச்சிட படை இல்லடா, கண்ணுக்கு தெரிவது தடை இல்லடா. திமிலுக்கு பகை இல்லடா, பயந்த உடலுக்கு உயிர் இல்லടാ. കിളമ്പുടാ ഇനി കലങ്കാത. അപ്പോൾ ഈ കോളേജിൽ പോകാത്ത അല്ലെങ്കിൽ സാമ്പ്രദായിക വിദ്യാഭ്യാസം നേടാത്ത ഒരാൾ അയാളുടെ കവിതകൾ അല്ലെങ്കിൽ അയാളുടെ വരികൾ അത് സിലബസിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതായത് വേടൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ബലം കിട്ടുന്നുണ്ട്, അങ്ങനെ തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറയുന്ന രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ടുള്ള പിള്ളേർക്ക്, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ലൈക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഞാനുണ്ടാവാനൊക്കെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഇതിന് പിന്നാലെ ഈ വിവാദങ്ങൾ, ഇപ്പം സിലബസിൽ ഉൾപ്പെടുത്തതിന് പിന്നാലെ വിവാദങ്ങളും ഒക്കെ വന്നല്ലോ. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ എന്താ തോന്നുന്നത്? ഇപ്പൊ എന്തായിരിക്കും അതോ അതിന്റെ വഴിക്ക് പൊക്കോട്ടെ ആണ്? അത് അങ്ങനെ, കാരണം ഞാനൊരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റാണ്. ഞാൻ ചെയ്ത ആർട്ടുകളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവൈലബിൾ ആണ്. പാട്ട് അവിടെ ഉണ്ട്, പാട്ടെടുത്ത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആശ്വാസമുണ്ട്, വേറെ ബേജാറൊന്നുമില്ല.
നമുക്കിനി വിയർപ്പ് തുണിയുടെ കുപ്പായത്തിലേക്ക് വിയർപ്പ് തുണിയുടെ കുപ്പായത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ചിദംബരം ചേട്ടൻ ഡയറക്ടർ, എനിക്കറിയാം പുള്ളിക്കാരന് മുന്നേ. അപ്പോൾ പുള്ളിക്കാരനാണ് ഇങ്ങനെ വിളിക്കണ, ഒരു പടം ചെയ്യുന്നുണ്ട്, ജാനമന്നിന് ശേഷം ചെയ്യുന്ന പടമാണ്. അപ്പോൾ ഒരു പാട്ട് അതിനകത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പടം റിലീസാവണേറ്റ് ഒരു 7-8 മാസം മുന്നാണ് അത് പാട്ട് റിലീസാവണേക്കാളും. അപ്പോൾ പാട്ട് നമ്മളിങ്ങനെ പോയിരുന്ന് പണിയെടുത്തു. സുഷിൻ ചേട്ടൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ഞാൻ വളരെ കുറവ് സമയം കൊണ്ട് എഴുതിയേക്കണ പാട്ടിലൊരു പാട്ടാണ് അത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു 7-8 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ പാട്ട് റെക്കോർഡിങ് ഒക്കെ ചെയ്യണത്. നല്ലൊരു അനുഭവമായിരുന്നു അത്. പിന്നെ ആ പാട്ട് ഒരുപാട് ജനങ്ങൾ ഏറ്റെടുത്തു. ആ പാട്ട് എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു ഇതായി മാറിയതിൽ സന്തോഷമുണ്ട്. നമുക്ക് വിയർപ്പ് തുണിയുടെ കുപ്പായം രണ്ടുപേരായല്ലോ. പോലോ. പിടിച്ചതെല്ലാം പുലിവാലിടാ, കണ്ട മൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഉരുക്ക് ഗുണമുള്ള തോളിടാ. ഓക്കെ. ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കേട്ടല്ലേ, അത് ഇത്രയും ആളുകൾ അത് ഏറ്റെടുക്കുമെന്നും അതൊരു സംസ്ഥാന അവാർഡിലേക്ക് പോകുമെന്നൊക്കെ ആ സമയത്ത് വിചാരിച്ചിരുന്നോ? ഇല്ല, ഞാൻ ആ പാട്ടേ മറന്നുപോയിരുന്നു ഒരു സമയത്ത്. കാരണം 7-8 മാസങ്ങൾക്ക് ശേഷമാണ് അവർ ആ സിനിമയുടെ തിരക്കിലാണല്ലോ. അപ്പൊ അവിടെ നിന്ന് കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓക്കെ അത് പിന്നെ ഒരു ദിവസം റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞ് വിളിപ്പണം. ഓക്കെ, പാട്ടോണാണ്. ഓക്കെ. നമ്മുടെ ഈ ആർട്ടിസ്റ്റ് ജിബിൻ ചേട്ടൻ, അതായത് നമ്മുടെ ജിബിൻ ചേട്ടൻ അറിയില്ലേ, പോലീസ് ജിബിൻ ചേട്ടൻ. അപ്പോൾ ജിബിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് കുറേ വർഷങ്ങൾക്ക്, ഇപ്പോൾ 10 വർഷമൊക്കെ ആകുമായിരിക്കും, ഞാനും വേടനും ഒന്നിച്ച് താമസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് വേടനോട് ചോദിക്കണം. അന്ന് ആ അയൽ വീട്ടിൽ, അത് ഹൗസ് ഓണർ ആണോ എന്തോ, അവിടെ വീട്ടിൽ നിന്ന് ചെയ്യാറാവുന്നതിന് തൊട്ട് മുൻപുള്ള ആപ്പിളൊക്കെ കെട്ടിത്തരും, അതൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന്. ജിബിൻ ചേട്ടൻ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഈ അടുത്തിറങ്ങുന്ന സിനിമകളിലൊക്കെ ജിബിൻ ചേട്ടൻ്റെ തല കാണാനായിട്ട് പുള്ളിക്കാരൻ്റെ വലിയ എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം പോലീസുകാരനാ പുള്ളിക്കാരൻ, ജോലി ലീവ് എടുത്തിട്ട് ആ ഇന്റർവ്യൂ ചെയ്ത് ഓക്കെ ജോലി ലീവൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരൻ ഓടണം ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഓട്ടത്തിനൊക്കെ ഒരു സാധനം പുള്ളിക്കാരന് കിട്ടുന്നുണ്ട്. അത് ബി അജിത് കുമാർ എന്ന് പറഞ്ഞിട്ട് എഡിറ്റർ ഉണ്ടായിരുന്നു, ഈട സിനിമയുടെ ഒക്കെ ഡയറക്ടർ. അപ്പൊ അജിത്തേട്ടന്റെ സ്റ്റുഡിയോ ബോയ് ആയിരുന്നു ഞാൻ. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ അവിടെ എപ്പോഴും തിരുവനന്തപുരത്തുകാരനാണല്ലോ, പുള്ളിക്കാരൻ എപ്പോഴും അവിടെ ഉണ്ടാവും. സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അറിയാലോ, ചാൻസുകൾ അവസരം ചോദിച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ടല്ലോ. ആ സമയമായിരുന്നു ജിബിൻ ചേട്ടൻ. പിന്നെ ഞാനും എവിടെയും എത്താതെ എന്തൊക്കെയോ ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മള് നിന്നിരുന്ന സ്റ്റുഡിയോന്റെ തൊട്ടപ്പുറത്തൊരു അമ്മയുണ്ട് പണിയെടുക്കുന്നത്, ആലപ്പുഴക്കാരി ഒരു അമ്മയാണ്. അപ്പൊ ആ അമ്മയ്ക്ക് മക്കളൊന്നുമില്ല, നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. പുള്ളിക്കാരി എന്താ വെച്ച് കഴിഞ്ഞാൽ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൊതിയൊക്കെ വാങ്ങിയത് ഒരു ഡോക്ടറിന്റെ കൂടെയാണ്. ഡോക്ടർ അറിയാതെ പൊതിയൊക്കെ വാങ്ങി ഭക്ഷണങ്ങളൊക്കെ തിന്നാൻ തരും. അപ്പം ഭക്ഷണം വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ഭയങ്കര ഓർമ്മകളായിരുന്നു ജിബിൻ ചേട്ടൻ്റെ കൂടെയുള്ളത്. ഓക്കെ. എനിക്ക് തോന്നുന്നു വേടൻ ഒത്തിരി ആൾക്കാരൊക്കെ ഒപ്പം ഫീറ്റ് പാടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആരുടെ ഫീറ്റ് പാടുമ്പോഴാണ്? അങ്ങനെ എനിക്കിപ്പോൾ ഈ അടുത്ത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് അത്തുവാനക്കാട്ടുകൂടുള്ള തന്നെയാണ് ബൈസണുള്ള പാട്ട്. കാരണം അറിവ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരൻ്റെ കൂടെ ഒരു കൊളാബ് ചെയ്യാന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ ഒരു കൊളാബ് നമ്മൾ ഇൻഡിപെൻഡന്റ് സോങ് ചെയ്തിട്ടുണ്ട്. അത് വേഗം തന്നെ പുറത്തിറങ്ങും. വെളിച്ചമേ എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് വരുന്നുണ്ട്, ഒരു തമിഴ് മലയാളം ട്രാക്ക്. ജയ്ക് സേട്ടനൊക്കെ ആയിട്ട് എങ്ങനെയാണ്? ജയ്ക് സേട്ടനൊക്കെ ലൈക്ക് ലെജൻഡ് അല്ലേ. അപ്പൊ നമുക്ക് പുള്ളിക്കാരുടെ കൂടെയൊക്കെ പണിയെടുക്കാൻ നരിവേട്ടയ്ക്ക് മുന്നേ ഏതായിരുന്നു? ജയ്ക് സേട്ടൻ്റെ കൂടെ നരിവേട്ട മുന്നേ ചെയ്തിട്ടില്ല. ഫസ്റ്റ് പാട്ടാണ് അത്. അത് ലൈക്ക് സക്സസ്ഫുൾ ആണ് ആ പാട്ട്. പിന്നെ അപ്പോൾ അത് ജയ്ക് സേട്ടൻ്റെ ഒരു സ്കില്ലുണ്ട് അതിനകത്ത്. പിന്നെ എൻ്റേതായിട്ടുള്ളൊരു മ്യൂസിക് എനിക്ക് കിട്ടിയേക്കുന്നത് സാം CS ആണ്. സാം ചേട്ടൻ ഞാൻ എപ്പോഴും ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്. ആളുടെ കൂടെ എപ്പോൾ വർക്ക് ചെയ്യാനും ഭയങ്കര കംഫർട്ടാണ്. വേടൻ എപ്പോഴും ഈ ഫോക്ക് മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ കൈൻഡ് ഓഫ് മ്യൂസിക്കും കേൾക്കാറുണ്ട്. മെലഡീസ് ഒക്കെ കേൾക്കും, ഞാൻ ഖവാലീസ് ഒക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എങ്കിൽ കാട്ടുമരത്തിന്റെ അതിന്റെ 2 വരി കേട്ടാലോ? പാട്ടനെ പൂട്ടനെ മണ്ണ് കാത്തോനേ, കാറ്റിലും പാട്ടിലും ചോര വാർത്തോനേ, ഇത് വിധി എന്ന് കരുതി ചതികാട് പൊറുക്കുമോ,
ഇറനിലം പെരമകനും തൊടുമോ ഇനി കാട്ടുമരത്തിന്റെ മനമുറിഞ്ഞേ കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ. നമ്മൾ ഈ ലൈവ് പാടുമ്പോഴും റെക്കോർഡിംഗ് സ്റ്റുഡിയോയും തമ്മിൽ ഹ്യൂജ് വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോക്കകത്ത് ഇച്ചിരി കൂടി ക്ലാരിറ്റിയിൽ നമ്മൾ എന്താ പാടുന്നുള്ളത് കേൾക്കാം. ലൈവ് ഓപ്പൺ ഒരു സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നിയേഴ്സിനെ മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ് ലൈവ് പെർഫോം ചെയ്യല്. ഇപ്പം വേടന്റെ സ്റ്റേജ് ഷോസ് ഒക്കെ വരുന്നതിന് മുൻപും ഒരുപാട് റാപ്പർമാരുണ്ട്, സ്റ്റേജ് ഷോകളുണ്ട്. പക്ഷെ വേടൻ കൊണ്ടുവന്നൊരു പ്രത്യേകത വെച്ചാൽ വേടൻ കാണാൻ വരുന്നവരുമായിട്ട് സംവദിക്കുന്നുണ്ട്, ആളുകളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു രീതി കൊണ്ടുവരാനുള്ള അത് ബോധപൂർവം കൊണ്ടുവന്നതാണോ? എന്തോ മണിച്ചേട്ടൻ. ഓക്കെ, കലാഭവൻ മണി. ഓ പിന്നെ അതൊക്കെ മണിച്ചേട്ടൻ ഇൻഫ്ലുവൻസ് തന്നെയാണ്. ഞാൻ ഭയങ്കരമായ ഒരു ആരാധകനാണ് പുള്ളിക്കാരനെ. അപ്പൊ ഒരുപാട് പുള്ളിക്കാരന്റെ പെർഫോമിങ് സ്റ്റൈലൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പുള്ളിക്കാരന്റെ പാട്ട് ഞാൻ പാടാറുണ്ട് ഞാൻ സ്റ്റേജിൽ. അത് ഇടയ്ക്ക് എൻ്റെ വോക്കൽ ക്ലിയർ ചെയ്യാനൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ മണിച്ചേട്ടനാണ് എൻ്റെ ഇൻസ്പിറേഷൻ. പിന്നെ അത് വേറൊരു എനർജി, ആൾക്കാരായിട്ട് മിണ്ടല്, നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവരായിട്ട് മിണ്ടല് വേറൊരു എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ. ഈ മോണലോഗ് വരുന്ന സമയത്താണ് ഈ വിവാദങ്ങൾ കൂടെയൊക്കെ വരുന്നത്. വിവാദങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ചത്? എങ്ങനെയാണ് അത്? എൻ്റെ കൂടെ നിന്ന ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെയാണ് ഇത് സർവൈവ് ചെയ്ത് വരാനുള്ള കാരണങ്ങൾ തന്നെ. അത് പിന്നെ നമ്മൾ ചെറിയ കാര്യമല്ല ചെയ്യണമെന്ന് നല്ല ബോധമുണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ ചെറുതായിരിക്കില്ല എന്നുള്ള ബോധമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിരന്തരമായിട്ട് ആരെങ്കിലും നമ്മളെ വേട്ടയാട്ടുന്നു അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച്. അത് ഹാപ്പനിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ യൂസ്ഡ് ആയി അതിന്. എങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും എനിക്കെതിരെ മാത്രം ഇങ്ങനെ ഒരുപാട് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ എങ്ങനെ വരുന്നതും ഈ ഇത്തരത്തിൽ പല രീതിയിൽ പല ചർച്ചകളൊക്കെ നടക്കുന്നതും? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ പറയുന്ന രാഷ്ട്രീയം ഭയങ്കര വിരളമായിട്ട് ആൾക്കാർ സംസാരിക്കുന്ന കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാവരും മറന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ആരും മറക്കരുത്. അത് ഇവിടെ നിലനിൽക്കുന്ന ഒരു കരടാണ് എന്ന് കാണിക്കലാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളാണ്, വേറെ. ഓക്കെ. വേടന് സിബ്ലിങ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു ചേട്ടനും ഉണ്ട്, ഒരു അനിയത്തിയും ഉണ്ട്. ഓ ഓക്കെ ഓക്കെ. അപ്പം അവരും ഏറെക്കുറെ ഈ ഒരു അവരുടെയൊക്കെ എങ്ങനെയാണ്? അവരുടെ ജീവിതം വേറെയാണ്. ഓക്കെ ഓക്കെ. ഞാനായിട്ട് രക്തബന്ധം മാത്രമുള്ളൂ. ഓക്കെ ഓക്കെ. അവരുടെ ലൈഫ് വേറെയാണ്, ജോലിക്കൊക്കെ പോയി ജീവിക്കുക. ഓക്കെ. അപ്പോൾ ഒരു വരി എഴുതാൻ ഒരിപ്പം ഒരു സ്ഥലത്ത് പോകുന്നു, ഒരു മ്യൂസിക് കേൾക്കുന്നു, അതൊന്ന് എഴുതി വരാൻ എത്ര സമയം എടുക്കും? അത് ഡിപ്പെൻഡഡ് ആണ് ചേച്ചി. കാരണം ഇപ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള എഴുത്തുകാരനായിട്ടാണ് ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറേ ആർട്ടിസ്റ്റുകൾ എനിക്ക് നേരിട്ട് പരിചയമുള്ള കാരണം ഭയങ്കര സ്പീഡിൽ എഴുതുന്ന എഴുത്തുകാരൊക്കെ ഉണ്ട്. ഒരു കാർ യാത്രയിലൊക്കെ ഒരു ഫുൾ ട്രാക്ക് എഴുതുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞൊരു പാട്ട്, അത് 2.25 മിനിറ്റ് അങ്ങോട്ടുള്ളൂ. അതെനിക്ക് 4 മാസം വേണ്ടി വന്നു എഴുതാനായിട്ട്. പക്ഷേ ഈ പറയുന്ന പോലെ മഞ്ഞുമൽ ബോയ്സിലെ പാട്ട് എഴുതാൻ 3.5 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. അപ്പം അങ്ങനത്തെ. പിന്നെ ചില വർക്കുകൾ എനിക്ക് സ്റ്റുഡിയോയിൽ പോയി ഇരുന്നാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ഞാൻ മടിയനാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഭയങ്കര മടിയനാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാന്നൊക്കെ അങ്ങനെ നാളെ പഠിക്കാന്ന് പറഞ്ഞ് അതാണ് ഇച്ചിരി മടി കൂടുതല. ഓക്കെ ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എഴുതുമ്പോഴത്തേക്ക് എന്താ നമുക്ക് ആദ്യം എന്താ മനസ്സിൽ വരുന്നത്? എന്താ എഴുതി തുടങ്ങുന്ന ഘട്ടത്തിൽ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യോ? ആ സിറ്റുവേഷൻ പറയുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യോ? കൂടുതലും ഹുക്കാണ് എനിക്ക് ഒന്നും കിട്ടാറ്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിലെ പാട്ട് ഇങ്ങനെ എഴുതുമ്പോൾ പെരിയാറിൻ അരുമകളല്ലേ, കാരണം ആ ഏരിയനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അതാണ്. പക്ഷെ അതിന്റെ ഹുക്ക് കുതന്ത്രതന്ത്ര മന്ത്രമാണ്. കള്ളുകൂടിപ്പാട്ടായിട്ടാണ് അതിന് ആൾക്കാർ ഇരുന്നത്. ഈ സാധാരണ ഇപ്പം ഞാൻ ചോദിക്കുന്നത് വെറും തോന്നരുത്, ഞാനിപ്പം ഇപ്പം പോലീസുകാർക്കിടയിൽ അടക്കം പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റാപ്പർ വന്നു, അയാൾ പാടുന്നു, ഇവനൊരു കഞ്ചാവ, അല്ലെങ്കിൽ ഈ വരുന്ന പിള്ളേരൊക്കെ ആ ഒരു ടീം, അതിപ്പം പോലീസുകാർക്കിടയിൽ അടക്കം പോലും സാധാരണ മനുഷ്യരും പോലീസുകാരും ഒക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അതിനൊക്കെ ഒന്ന് മാറി ചിന്തിക്കണ്ടേ? ഈ ഇങ്ങനെ നടക്കുന്നവർക്ക് ഈ രീതിയിൽ പോകുന്നവരാണ്, അങ്ങനെ ഒരു പൊതുബോധം ഇവിടെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ വേട്ടന്? നമ്മൾ സിനിമ ലോകത്തെക്കുറിച്ച്, എൻ്റർടൈൻമെൻറ്റ് ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ, നമ്മൾ സിനിമാ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സിനിമയ്ക്കകത്ത് തന്നെ പറയും അടി ഇടി വെടി മാത്രമാണ് സിനിമ എന്ന് പറയുന്നത്. ലൈക്ക് ആ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്.
എനിക്ക് ആവശ്യത്തിന് ദുശീലങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഞാനിവിടെ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഫെജോ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇത് പിന്നെ ലഹരി ഉപയോഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ എല്ലായിടത്തും എല്ലാ ഫീൽഡിലും നടക്കുന്ന കാര്യങ്ങളാണ്. സിനിമാക്കാർ മാത്രമല്ല ഇത് ചെയ്യുന്ന ആൾക്കാർ, എന്റർടൈൻമെന്റ് ഫീൽഡിലുള്ള ആൾക്കാർ മാത്രമല്ല ഇത് ചെയ്യുന്ന ആൾക്കാർ, എല്ലാവരും മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിൽ. ഇപ്പം ഈ ഊരാളിയുമായിട്ട് ഊരാളി ഒരു വേദിയിലേക്ക് വേടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വന്ന് പറഞ്ഞു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. ആ പണ്ടത്തെ വീഡിയോയാ. അപ്പം അവരുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം? തൃശ്ശൂർ തന്നെയാണല്ലോ അവര്. പിന്നെ ഊരാളി എന്റെ ഏറ്റവും ഫേവറേറ്റ് ബാൻഡുകളിലൊന്നാണ്. അവര് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? ഓ പിന്നെ അവരെടുക്കുന്ന എഫേർട്ട് ലൈക്ക് ഭയങ്കര സാമൂഹിക പ്രതിബദ്ധതയുള്ള ആർട്ടിസ്റ്റുകളാണ് അവര്. പിന്നെ ഒരു കൾച്ചറായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നിലനിന്ന് പോവുക എന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ടുള്ള കാര്യമാണ്. കാരണം ഒരാളുടെ സ്വഭാവമായിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. അപ്പൊ ഒരു കൂട്ടമായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കാര്യത്തിൽ ഒരുപാട് വർഷങ്ങൾ സർവൈവ് ചെയ്ത് പുതിയ നല്ല നല്ല പാട്ടുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അത്. അവരോടെയാണ് ആദ്യത്തെ എൻ്റെ ഇൻഡിപെൻഡന്റ് ട്രാക്ക് ഞാൻ പെർഫോം ചെയ്യാൻ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു. അതിൽ രണ്ടുപേര് പാടിയാലോ? അന്ന് പാടിയത് നീർനിലങ്ങളിനടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തളകൾ താണുമിനിയും എത്ര നാള്. താങ്ക് യു. അയ്യോ, ഇങ്ങനെ ഈ പടപടപടപടേ പാടുമ്പോഴത്തേക്ക് അത് എപ്പോഴെങ്കിലും നാക്കുളുക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് പ്രാക്ടീസ് വേണം ഒരു റാപ്പ് ഇങ്ങനെ ഫുള്ള് പഠിച്ചെടുക്കാനായിട്ട്. നമ്മളൊരു പാട്ട് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. വോക്കൽ പ്രാക്ടീസ് ചെയ്യല് ഇച്ചിരി. അതിപ്പോ ഞാൻ ഇച്ചിരി കർണാട്ടിക് സ്റ്റൈലൊക്കെ കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഈ കർണാട്ടിക് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഞാൻ വിളിച്ചു ചോദിക്കും, ചേട്ടാ ത്രോട്ട് എക്സസൈസുകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഈ വെള്ളം ഒഴിച്ച് മറ്റേ ഗാർഗിൾ ചെയ്യുക അങ്ങനത്തെ, പിന്നെ കുറെ സാധകം ചെയ്യണ മരുന്ന് പരിപാടികളൊക്കെ ഇപ്പൊ അതല്ല, വെറുതെ റൂമിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഈ ഡയറ്റ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഈ തണുപ്പ് കഴിക്കില്ല അല്ലെങ്കിൽ എരിവ് കഴിക്കില്ല? അങ്ങനെയൊന്നുമില്ല. മധുരം എനിക്ക് ഇച്ചിരി മോശമായിട്ടാണ് തോന്നിയേക്കണത്. അപ്പൊ ഞാൻ മധുരം അധികം കഴിക്കാറില്ല. എരിവൊക്കെ ഞാൻ നല്ലോണം കഴിക്കും. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് അങ്ങനെ വന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ സംഗീത സംവിധാനത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. പ്രതീക്ഷിക്കാവോ അതും കൂടി? അത് ഭയങ്കര പറയുന്ന മാതിരി എളുപ്പമുള്ള ഒരു കാര്യമല്ല. പിന്നെ ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, മറ്റേ DJ ഒക്കെ ഉണ്ടല്ലോ, അവരുടെ പരിപാടി വെറുതെ ഈ സാധനമായിട്ട് തിരിക്കലാണ്. അത് വലിയൊരു പ്രോസസ്സാണ് അത് പഠിക്കല്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വഴിയിലും കൂടിയാണ് സംഗീത സംവിധാനം പഠിക്കണം. പെട്ടെന്ന് വരൂ സംഗീത സംവിധാനത്തിൽ. അപ്പം ഈ നമ്മളിപ്പോൾ പറയുന്ന രാഷ്ട്രീയത്തിന് തീർച്ചയായും എതിരഭിപ്രായങ്ങൾ വരും. ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ ശശികല ടീച്ചറൊക്കെ നടത്തിയ പരാമർശങ്ങളൊക്കെ ആ സമയമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഞാൻ ഈ പണി ഇവിടെ എടുക്കുന്നതിന് മുന്നേ ഒരുപാട് ആൾക്കാർ ഇതിവിടെ നിരന്തരമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ എങ്ങനെയാണ് ലേബൽ ചെയ്യപ്പെട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അപകടങ്ങൾ വരും എന്നുള്ള കാര്യമാണ്. പിന്നെ അത് നാച്ചുറലി നടക്കുന്നതാണ്. നമ്മളിപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. കേരളത്തിൽ എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യവും ഒക്കെയും ഉണ്ട്. അങ്ങനെ നമ്മൾ വളരെ സമത്വ സുന്ദരമായ നാട്ടിലാണ് താമസിക്കുന്നു എന്ന് പറയുമ്പോഴും ചിലരെയൊക്കെ ബോധപൂർവം വേട്ടയാടുന്ന പോലെ, അതിന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, അവരുടെ നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിലൊക്കെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നോ അതേപോലെ വീണ്ടും ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് തോന്നാറുണ്ടോ വേടന്? പണ്ട് കാലത്തും ഇന്നത്തെ കാലം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയാസൊക്കെ ഭയങ്കര അധികമായിട്ടുണ്ട്. മീഡിയ ഭയങ്കര ശക്തമാണ്. അതുകൊണ്ടാണ് എല്ലാവരും അറിയുന്നത്. പണ്ട് കാലത്ത് അത് അറിഞ്ഞിരുന്നില്ല. പിന്നെ ജനാധിപത്യം ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന സമൂഹമൊന്നും ഇന്ത്യയിൽ ഇതുവരെ വളർന്നു വന്നില്ല. സിവിക് സെൻസ് തീരെ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. ഇല്ല, ഞാനേ വേണ്ട. ഇപ്പം നോക്കുമായിരുന്നു, നമ്മളിപ്പം 90s കിഡ്സ് ആണ്. അപ്പം അങ്ങനെ വരുമ്പം പണ്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ളവർ, അതല്ലെങ്കിൽ അവിടെ നമ്മൾ ഈ മതമൊന്നും ചിന്തിക്കാറ് പോലും ഇല്ല. ഒരു ഒന്നാകെ ജീവിക്കുന്ന ആളുകൾ. നമ്മൾ 90s കിഡ്സ് ഉണ്ട്. നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ നമുക്കത് അറിയാതിരുന്നതുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിക്കാതിരുന്നത്. അന്നേ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇനിയും ഒരുപാട് വർഷത്തിലേക്ക് നിലനിൽക്കുന്ന, അത്ര വേഗമൊന്നും നശിച്ചു പോവാത്ത ഒന്നാണ് ജാതി. പിന്നെ ഇപ്പൊ കറന്റ്ലി നടക്കുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഇച്ചിരി കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ ആ കാര്യത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനെ നശിപ്പിച്ചു. ഈ ഒരു വൈറസ് സമൂഹത്തിൽ നിന്ന് ഉടനെ പോകും എന്നൊരു തോന്നലുണ്ട്? ഇല്ല ചേച്ചി, അങ്ങനെ ഒരു തോന്നലില്ല. IM വിജയനോടുള്ള ബന്ധം എങ്ങനെയാണ്?
ചേട്ടൻ ചേട്ടൻ. ഓക്കെ, വർഷങ്ങളായിട്ട് അടുപ്പമുണ്ടെന്നും അറിയാം. വർഷങ്ങളായിട്ട് അടുപ്പൊന്നുമില്ല, വർഷങ്ങളായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. പുള്ളിക്കാരൻ എന്നെ അങ്ങനെ അറിയാൻ പാടില്ലായിരുന്നു, ഞാൻ കൊച്ചായിരുന്നല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ മോഡൽ ബോയ്സിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ഹോം ഗ്രൗണ്ടാണ് കോർപ്പറേഷൻ സ്റ്റേഡിയം. അപ്പോൾ ഞാൻ മോർണിംഗ് വന്ന് നിൽക്കുമ്പോൾ വിജയേട്ടൻ കളിക്കണ കാണാം. വിജയേട്ടൻ, ജോപ്പോളേട്ടൻ എല്ലാവരും കളിക്കണ്ടാവും അവിടെ. പിന്നെ നമുക്ക് ലെജൻഡാണല്ലോ പുള്ളിക്കാരൻ. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം പുള്ളിക്കാരൻ. എന്നെ ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയതിനു ശേഷമാണ് എന്നെ അറിയുന്നത്. പന്ത് കളിയുടെ 4 വരി ആയാലോ? ഓ പിന്നെ പന്ത് കളി എൻ്റെ ഫേവറേറ്റ് ട്രാക്കാണ്. പല ദേശങ്ങളെ താണ്ടി വല കുലുക്കും പന്തേ, പല നാഗരികത്തിന് മുന്നേ പിറന്ന പന്തേ, അതിരുകളറിയാതെ ഉരുളും പന്തേ, അധിപനും അധമനും ഒന്നായ പന്തേ. എന്ത് കളി പന്ത് കളി, ആദ്യകാലത്ത് വന്ന കളി. എന്ത് കളി പന്ത് കളി, ആശയേറെ തന്ന കളി. എന്ത് കളി പന്ത് കളി, കാലം പലത് കണ്ടു കളി. എന്ത് കളി പന്ത് കളി, തലമുറ താണ്ടി വന്ന കളി. അടിപൊളി. ഇപ്പൊ ഡാബ്സി, ഇമ്പച്ചി, അസൽ കോളർ ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? നമുക്ക് ഹനുമാൻ കൈൻഡുമായിട്ടൊക്കെ ഒരു കൊളാബ് പ്രതീക്ഷിക്കാവോ ഉടനെ? അയ്യോ, ഹനുമാൻ കൈൻ്റെ ഒക്കെ വേറെ ലെവലായി, വേറെ വലിയ ആർട്ടിസ്റ്റ് ആയി പോയില്ലേ. ആ ഭാഷയുടെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ എന്തൊക്കെ ലൈക്ക് എത്ര നല്ല കവിതകൾ എഴുതണോ അങ്ങനെയൊന്നും കുറച്ച് ആൾക്കാരല്ലേ കേൾക്കുള്ളൂ. ഹനുമാൻ കൈൻഡ് പുള്ളിക്കാരൻ ഭയങ്കര ബുദ്ധി കളിച്ച്, പിന്നെ ഭയങ്കര ടാലന്റഡും ഭയങ്കര ഹമ്പിളാണ് പുള്ളിക്കാരൻ. പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ആള് വേറെ ലെവലായി പോയല്ലോ എന്നൊക്കെ തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. പക്ഷെ ആൾ അങ്ങനത്തെ ഒരാളെ അല്ല, ആള് ഭയങ്കര സൂരജേട്ടനാണ്. ഹനുമാൻ കൈൻഡ് ആൾക്കാർക്ക്, നമുക്ക് സൂരജേട്ടനാണ്. ഭയങ്കര ഹമ്പിളാണ് പുള്ളിക്കാരൻ. പുതിയ വർക്കൊക്കെ ഏതാണ് വേടൻ? പുതിയ വർക്ക് ഇപ്പോൾ അറിവൈ ആയിട്ട് ഒരു പാട്ട് വരുന്നുണ്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക്. പിന്നെ ഒരു തമിഴ് പടം വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകളിൽ ഫോക്കസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ലൈക്ക് ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകളാണ് ഒരു ആർട്ടിസ്റ്റിനെ നിലനിർത്തി കൊണ്ടുപോകുക. ഓക്കെ. ഇപ്പം വേടൻ, ഹിരൺദാസ് മുരളിൽ നിന്ന് വേടനായി വന്നതിന് ശേഷം ഇപ്പം വേടനെ അറിയാത്ത ആരുമില്ല. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും വേടനെ അറിയാം, എല്ലാ മനുഷ്യർക്കും അറിയാം. അപ്പോൾ എപ്പോഴെങ്കിലും എനിക്കൊരു പ്രൈവസി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പൊതു ഇടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, വീട്ടിലല്ല പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പം കുറച്ചും കൂടി ഒരു പ്രൈവസി വേണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എല്ലാ ദിവസവും അത് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ പുറത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങോട്ട് കണക്ക് കൂട്ടുക. വേടന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു 7 മണിക്കൊക്കെ എണീക്കും, ഞാൻ ഒരു ഇഞ്ചി വെള്ളം കുടിക്കും, ജിഞ്ചർ വാട്ടറാണ് കാലത്ത് കുടിക്കുക, ഉപ്പിട്ട് കുടിക്കുക, ഭയങ്കര നോർമലാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ. പിന്നെന്താ, നായ്ക്കുട്ടിയുണ്ട് ബുദ്ധൻ, അവൻ്റെ കൂടെ നടക്കാനും ഓടാനൊക്കെ പോവും. പിന്നെ കളിക്കും മീൻസ് ബോക്സ് ചെയ്യും വീട്ടിൽ. പിന്നെ ചെറിയ രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. കുറച്ച് വായന, അക്വേറിയംസ് ഉണ്ട്. അപ്പൊ അക്വേറിയ പരിപാലനം. പിന്നെന്താ, പിന്നെ ഉച്ചക്ക് വീട്ടിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യാ. ഇല്ലല്ലോ, മോശം കുക്കാണ് ഞാൻ. എനിക്കിഷ്ടമാണ് ഞാൻ കുക്ക് ചെയ്യണത്, അത് നമുക്ക് കഴിച്ചല്ലേ പറ്റും. അപ്പൊ മോശമില്ലാണ്ട് കുക്ക് ചെയ്യും. അങ്ങനെ. ഫേവറേറ്റ് ഫുഡ് ഏതാ? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ഫേവറേറ്റ് ഫുഡ് മുട്ട കൂടുതൽ കഴിക്കും ഞാൻ. അല്ലല്ല, മുട്ട എനിക്ക് ഇഷ്ടമാണ്. പ്രോട്ടീനായിട്ടൊരു ബന്ധമില്ല, മുട്ട ഭയങ്കര ഇഷ്ടമാണ്. മുട്ടയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കും. എഗ് ലവറാണ്. പിന്നെ അധികം മസാലയുള്ളതൊന്നും ഇഷ്ടമല്ല. ഫുഡാണ് ഇഷ്ടം. ഞാൻ ചിക്കൻ കറി ഭയങ്കര ഈസി ആയിട്ട് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. കുരുമുളകും റെസിപ്പി പറയുന്നുണ്ടോ? അതെ, കുരുമുളകും ഉപ്പ് മാത്രം ഇട്ട് ഉപ്പ് കറി വെക്കൂലേ, ബീഫ്, അതേമാതിരി ചിക്കൻ വെക്കുക, ഭയങ്കര ടേസ്റ്റാ. റെസിപ്പി എങ്ങനെയാ? അതിനകത്ത് ഒന്നുമില്ല, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ്, കുക്കറിനകത്ത് ഇടുക, 4 വിസിൽ. അതൊരു ഗ്രേവിയോട് കൂടി മറ്റേ ബ്രോത്ത് ഉണ്ടല്ലോ, ബ്രോത്ത് കിട്ടുന്ന മാതിരി കിട്ടുക. സൂപ്പി ചിക്കൻ കറി, അതും ചോറും കൂടി അടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഭയങ്കര എളുപ്പമുള്ള ഒരു സാധനം അത്. ഉപ്പ് കറി തന്നെ അത് ചിക്കൻ ഇട്ട് ചെയ്യുന്നു, അത്ര തന്നെ. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പം ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? ഒരുപാട് സ്ഥലങ്ങള്. എനിക്ക് സ്കോട്ട്ലൻഡാണ് ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയ. ഞാൻ ഹാരി പോട്ടറിനകത്തേക്ക് കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ. പിന്നെ അപ്പോ എനിക്ക് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങള്, ഹാരി പോട്ടർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി കാണാനൊക്കെ പറ്റി, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അയർലാൻഡൊക്കെ എനിക്ക് ഇഷ്ടമായി.
ഈ അവിടെ പോയിട്ട് നമ്മൾ ഒരു ലൈവ് ഷോ ചെയ്യുമ്പോഴും ഇവിടുത്തെ ലൈവ് ഷോ തമ്മിലൊക്കെ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടോ ഓഡിയൻസിന്റെ അടക്കം? പിന്നെ കാരണം അവിടെ ഒന്നാമത്തെ കാര്യം കുട്ടികൾ വിദ്യാർത്ഥികളാവും കൂടുതലുണ്ടാവും. ഓക്കെ ഓക്കെ. പിന്നെ ഒരുപാട് ഇന്ത്യൻസ് ആയിട്ടുള്ള വേറെ ആൾക്കാരുണ്ട്, പഞ്ചാബീസ്, തമിഴ് എല്ലാവരും ഉണ്ടാവും. ആ ഒരു വൈബ് പറയാം. നമ്മുടെ നാട്ടില് അമ്മമാര് അപ്പന്മാര് എല്ലാവരും ഉണ്ടാവുമല്ലോ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ. അപ്പൊ അവരൊക്കെ മിണ്ടി, നമ്മൾ അയൽക്കൂട്ടത്തിനൊക്കെ പോകില്ലേ, അങ്ങനത്തെ ഒരു സാധനം എല്ലാവരായിട്ടും മിണ്ടി കഥയൊക്കെ പറഞ്ഞ്. പിള്ളേർ ഇത്രയും കണ്ടങ്ങ് ഏറ്റെടുക്കും വേടനെ എന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ പാടുന്നത് ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് പോലും അങ്ങനെ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തില്. പ്രത്യേകിച്ച് കുട്ടികൾ നമ്മുടെ പാട്ട് പാടുക, അവർക്ക് അറിഞ്ഞിട്ടാണോ എന്ന് പോലും അറിയാൻ പാടില്ല. പക്ഷെ കുട്ടികൾ നമ്മുടെ പാട്ടൊക്കെ പാടുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ശരിക്കും. പിന്നെ കുട്ടികൾ, മുതിർന്നവര്, നല്ല പ്രായമായ അമ്മമാരൊക്കെ കടലമ്മ പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ ജീവിതം. കടലമ്മയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു വേണം? കാരണം അതൊരു വല്ലാത്ത ഒരു ഇമോഷനുള്ള ഒരു പാട്ടാണ് അത്. അതിന്റെ വരികളാവട്ടെ, അത് പാടിയതാകട്ടെ, അതിന്റെ സീൻസ് നമ്മൾ കാണുമ്പോഴാകട്ടെ ഒരു വേദനയാണ് ആ പാട്ട് കേൾക്കുമ്പോൾ. നമുക്ക് തോന്നി അഞ്ചുതെങ്ങിലെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള കുറെ അമ്മമാരെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഇങ്ങനെ ഒരു പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ, ഈ വള്ളം അണയുമോ ഉറപ്പില്ലല്ലോ, കടലെല്ലാം തന്നാലും ചില വല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എല്ലാം എന്ന നിനപ്പാണല്ലോ. അതില് ഈ പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ എന്ന് പറയണത്, ഒരു കടലില് മത്സ്യബന്ധനത്തിന് പോയിട്ട് തിരിച്ചു വരൂല, ബോഡി കിട്ടൂല. അപ്പോൾ ഒരു എം ടി കല്ലറ, എം ടി കുഴി ഉണ്ടാക്കിയിട്ട് അത് മൂടുക ചെയ്യുക, ബോഡി കിട്ടൂല. അപ്പൊ അത് അവിടുത്തെ അമ്മമാരെ എനിക്ക് പറഞ്ഞായിരുന്നേ, മകനെ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കെട്ടിയുമ്പോൾ 7-8 കൊല്ലം മുന്നേ പോയതാണ്, കിട്ടിയിട്ടില്ല, പക്ഷെ കല്ലറയുണ്ട്. അപ്പൊ അതെനിക്ക് എഴുതാൻ പറ്റി എന്നുള്ളതാണ്. അത് അഞ്ചുതെങ്കിലും അമ്മമാരുടെ വേദനയാണത്. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് അഞ്ചുതെങ്ങ് ആണല്ലോ, അപ്പം വീടിന്റെ അടുത്താണ് കുറച്ച് ഒരു 2-3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ അത് എന്നെ സഹായിച്ചിട്ടുണ്ട്. അഞ്ചുതെങ്ങിലെ മത്സ്യബന്ധന തൊഴിലാളികൾ ഒരുപാട് പേര് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതില്. പിന്നെന്താ, അതൊരു ലൈക്ക് വർക്കിംഗ് ക്ലാസ് ഏരിയയിലുള്ള ഒരു പാട്ടാണല്ലോ, അതെനിക്ക് എഴുതാൻ പറ്റുന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട്. മോണലോവയുടെ വിശേഷം എന്തൊക്കെയാണ്? മോണലോവയിലേക്ക് എത്തുന്നത്. മോണലോവയുടെ വിശേഷങ്ങള്, ഒരു പ്രേമപ്പാട്ട് EP ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു കുറേ കാലമായിട്ട്. അത് പിന്നെ പതുക്കെ ഒരു പ്രേമം വരുമ്പോഴാണ് അത് പൂർത്തീകരിക്കാൻ പറ്റുന്നത്. അപ്പൊ 2 പാട്ടായിട്ടാണ് ചെയ്തത്. ഒന്ന് മോണലോവയും പിന്നെ ഒന്ന് എണ്ണക്കറുപ്പി എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ടാണ്. അത് ഈ അടുത്ത് തന്നെ റിലീസാവും. അപ്പോൾ 2 പാട്ട് ഒരുമിച്ച് എഴുതിയതാണ്. പിന്നെ മോണലോവയാണ് ഇപ്പൊ റിലീസായിരിക്കുന്നത്, ഒരു പാട്ട് ഇപ്പൊ റിലീസാവും. അത് തന്നെ മോണലോവയുടെ വിശേഷം. ഈ എങ്ങനെയാണ് വേടന്റെ പ്രണയം? എങ്ങനെയാണ് വേടൻ? ഭയങ്കര റൊമാൻറ്റിക് ആണോ? പുള്ളിക്കാരോട് ചോദിക്കണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ ഒരു വിലയിരുത്തല് കൊള്ളാം, ഞാൻ കൊള്ളാം അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇല്ല, ഞാൻ ഈ മൊയലിനെ പിടിച്ച് ഇതും റൊമാൻറ്റിക് താനേ എന്ന് ചോദിക്കില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആ വിഭാഗത്തിലാണ് ഞാൻ പെടുന്നത്, എനിക്ക് തോന്നുന്നത്. നമുക്കെങ്കിൽ മോണലോവയുടെ 2 പേരെ ആയല്ലോ. ഓ പിന്നെ, മോണലോവയെ മോഹലാവയെ എൻ്റെ നാളെയെ പ്രേമലീലയെ, മോണലോവയെ മോഹലാവയെ എൻ്റെ നാളെയെ പ്രേമലീലയെ, നീ ചിരിച്ചാൽ ബീത്തോവനോ, നിന്നെ പെറ്റതേത് മഹാനോ, ഞാൻ നാഗസാക്കി ഹിരോഷിമ, എന്നിൽ വന്ന് വീഴാമോ എൻ്റെ ലിബിയ, നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ, നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. ലിൽപൈനുമായിട്ട് പുതിയ ഒരു കൊളാബ് വരാൻ പോകുന്നു കേൾക്കുന്നു. അത് വാർത്ത എല്ലാം അറിയുന്നുണ്ട് കേട്ടോ. പയ്യൻ ഒരു ആൽബത്തിന്റെ വർക്കിലാണ്. അപ്പോൾ അതിൽ ഞാനിക്കും ഭയങ്കര സന്തോഷമുണ്ട് അവൻ്റെ ആൽബത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളത്. പിന്നെ പയ്യൻ ഭയങ്കര വൺ ഓഫ് ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. പിള്ളേരുകളിൽ നല്ല കവിയാണ് അവൻ അവൻ്റെ ചെറിയ ജീവിതത്തെ കുറിച്ച് എഴുതി പാടുന്ന ഒരാളാണ്. അപ്പൊ അത് കാരണം നമുക്ക് എല്ലാവർക്കും അത് കണക്ട് ആവും. പിന്നെ ഭയങ്കര ഹമ്പിളാണ് ആ ചിക്കൻ. അപ്പൊ അവൻ വേറെ ഉയരങ്ങളിലേക്ക് എത്താനുള്ളതാണ് അവൻ. ഉടനെ തന്നെ പ്രതീക്ഷിക്കാവോ? നമ്മളൊന്നിരിക്കണം. അവൻ ആൽബം ഒരു ജാനുവരിയിലൊക്കെ ആയിട്ട് റിലീസാക്കാനാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. അപ്പൊ അതിന് ഒരു പാട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, അതിലൊരു
ഒരു പാട്ട് ഞാനും കൊളാബ് ചെയ്യാന്നുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം വേടൻ്റെ ജീവിതം നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്ന ഒരാളാണ്. ഇപ്പം ബാല്യകാലമാകട്ടെ യൗവനമാകട്ടെ, ഇപ്പോൾ യൗവനമാണ് പക്ഷേ എങ്കിലും കൗമാരകാലമാകട്ടെ ഒക്കെയും ഇപ്പം ആ സമീപകാലത്ത് അല്ലെങ്കിൽ ആ കാലത്ത് പല കുട്ടികളും നേരിടുന്നതിനും അപ്പുറം കാര്യങ്ങളൊക്കെ നേരിടുകയും ഒരുപാട് സങ്കടകരമായും ഒക്കെ നിമിഷങ്ങളിലൂടെയൊക്കെ വന്നതാണ്. അപ്പം ഇതൊക്കെ തന്നെയാണോ ഈ വരികളിലൂടെ പ്രതിഫലിക്കുന്നത്? എപ്പോഴും ഒരു പ്രതിഷേധം കാണാറുണ്ട് പല വരികളിലും പല സോങ്ങുകളിലും. ഞാൻ അനുഭവിക്കുന്നതൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നതാണ്. അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ എഴുത്തുകൾ, എൻ്റെ വായനകൾക്ക് നന്ദി. എൻ്റെ വായനകളാണ് എൻ്റെ എഴുത്തുകളെ ഉരുത്തിരി മോൾഡ് ചെയ്തുണ്ടാക്കുന്നത്. ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാനസികമായിട്ട്. എഴുതുക, നല്ല പാട്ട്, ഇനിയും നല്ല പാട്ടുകൾ എഴുതാൻ പറ്റട്ടെ എന്ന് മാത്രം ആഗ്രഹമുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇനിയും അങ്ങനെ ഒത്തിരി വരട്ടെ. കാരണം വേടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്ന ഒരു എന്താ, എല്ലാവർക്കും സ്വീകാര്യനായ, അവരുടെയൊക്കെ മകനെ പോലെ, അനുജനെ പോലെ, ചേട്ടനെ പോലെയൊക്കെയും കാണുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ തന്നെ വരട്ടെ. നമുക്കൊക്കെയും അങ്ങനെ തന്നെയാണ്. വേടനെ കാണാൻ പറ്റില്ല, എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ നിങ്ങളുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് സഹിൻ ചേട്ടൻ വിളിച്ചിട്ട് സേതു സെറ്റാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സത്യം അങ്ങനെയായിരുന്നു ആദ്യം. അപ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു പാട്ടും കൂടെ ആയാലോ? ഒരു അൺറിലീസ്ഡ് പാടാലോ? ഓക്കെ. മാണിക്കത്ത് ഒരു മാണിക്കത്ത് നീ കണ്ടില്ല എന്ന് നടിക്കല്ലേ, അത് മാണിക്യം തന്നെ എന്ന് അറിയുമ്പോ മനസ്സിന്റെ ആഴത്തിലോ അന്ന് മുറിയില്ലേ. താരകത്ത് ഒരു താരകത്ത് നീ കണ്ടില്ല എന്നങ്ങ് നടിക്കല്ലേ, ആ താരകം മാനത്ത് മറയുമ്പോ ഇരുട്ടില് വഴിയറിയാതെ നീ തുടിക്കില്ലേ. മാണിക്കത്ത് ഒരു മാണിക്കത്ത്, താരകത്ത് ഒരു താരകത്ത്, തനിച്ചായ മനുഷ്യനും മനുഷ്യനല്ല, തനിമയിലാരും മണ്ണിൽ ജനിച്ചിട്ടില്ല, കരുവറയില്ലാതെ പിറവിയില്ല, കണ്ണീരില്ല കാവ്യമില്ല, ഇത് കാതലേ, വാളും പൂവും തമ്മിൽ മോതലേ, ആരും വീഴാ പോരല്ലേ, വീണാൽ താങ്ങാൻ നീയല്ലേ. എൻ്റെ അമ്മേ, ഇതാണ് അടുത്ത പാട്ട്. ഓക്കെ. ഈ അപ്പന്റെ പൊന്നും കെട്ട് എങ്ങനെയുണ്ട്? അയ്യോ, ഭയങ്കരമായ പാട്ടല്ലേ അത്. അത് ഇന്നലെയും കൂടി ഞാൻ പാടിച്ചു ലിൽപ്പയ്യനെ കൊണ്ട്. നീ അത് പാടിയിട്ട് പോയാൽ മതി. താങ്ക് യു സോ മച്ച് ലിൽപ്പയ്യൻ, ഇങ്ങനത്തെ ഒരു പാട്ട് ഞങ്ങൾക്ക് തന്നതിന്. കാരണം അത് അവൻ്റെ കൊച്ചു പ്രായത്തിലാണ്, 22, 23 ആയിട്ടുള്ളവൻ പ്രായത്തിലാണ് അവൻ അത് അങ്ങനെ ഒരു പാട്ട് എഴുതുന്നത്. അത് ഞാൻ കലാപം മണിച്ചേട്ടൻ്റെ പാട്ടുകളോടെയാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത്. ആ പാട്ട് ഞാൻ അത്ര ഗ്രേറ്റ് ആണെന്ന് അങ്ങനെ കമ്പയർ ചെയ്യല്ല, പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് ഓർമ്മ വരും. നമുക്ക് അതും കൂടെ ഒന്ന് മൂളിയാലോ വേടൻ? ഞാനത് പാടിയ രണ്ടുപേര്. ഇരുളു മൂടിയ വഴിയല്ലേ, പൊരുളു തേടിയ മിഴിയല്ലേ, ഒയ്യോ മറക്കണമെങ്കിൽ മരിക്കണ്ടേ, ഈ അപ്പൻ്റെ പൊന്നും കട്ടേ തോളത്ത് വന്നെടുക്കേ, ഉള്ളിലുള്ള കൂരിരുട്ടേ ഞാനെങ്ങനെ മാറ്റിടുവേ, ഈ അപ്പൻ്റെ പൊന്നും കട്ടേ. പയ്യ ക്ഷമിക്കടാ എന്നോട്. അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷം വേടൻ വന്നതിൽ, ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും വേറെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുതിയ ആൽബം ഒക്കെ വരുന്ന സമയത്തൊക്കെ വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ വേദിയിലേക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അയ്യോ, ഞാനെന്താ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ക്ലിക്ക് ബെൽ ബട്ടൺ.